നിങ്ങളോടുള്ള കടപ്പാട്, ആ കടപ്പാടുകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ആധുനിക യുഗത്തിലെ യുവാക്കൾ പുറകിലാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കേട്ടോളൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? അൽ ജന്നത്തു തഹത ഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞപ്പോൾ, ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, സ്വർഗലോകത്തേക്ക് കടക്കാനുള്ള വാതിലേതാണ്? ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം, ശരിയാണ്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിൽ അബൂഖാലിന്റെ ബാപ്പയാണ്, എന്റെ ബാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വർഗം ലഭിക്കണോ മോനെ? ആ സ്വർഗം ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ്. പക്ഷേ ബാപ്പയുടെ പൊരുത്തം കിട്ടാതെ ബാപ്പയാണ് സ്വർഗത്തിന്റെ വാതിൽ. ആ വാതിലൂടെ കടക്കാതെ സ്വർഗമില്ല. ഖാല റസൂലുള്ളാഹി. ഇസ്ലാമിൽ ബാപ്പാക്ക് വലിയ സ്ഥാനമുണ്ട്. ഇസ്ലാമിൽ ബാപ്പാക്ക് വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു കുഞ്ഞിന് പേര് വെക്കാനുള്ള അധികാരം ബാപ്പാന്റെ കയ്യിലാണ്, ഉമ്മാന്റെ കയ്യിലല്ല. ഉമ്മാന്റെ കയ്യിലല്ല അധികാരം ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. ഉമ്മാന്റെ കുടുംബത്തിന് അധികാരമില്ല. ഒരു കുഞ്ഞിന് പേര് വെക്കാനുള്ള അധികാരം ആ കുഞ്ഞിന്റെ ബാപ്പാക്കാണ്. കുഞ്ഞിന്റെ ബാപ്പ വിളിച്ച പേര്, ഉമ്മ എന്താ വിളിച്ചത്? ഉമ്മ നല്ലൊരു പേര് വെച്ച് മൂസ. കുഞ്ഞിന് നല്ല പേരല്ലേ? നല്ല പേരാ. ബാപ്പ വിളിച്ചു സമൂസ. ആരെ പേരാ അല്ല സ്വീകരിക്കുക? ബാപ്പാന്റെ പേരാണ്. ബാപ്പാന്റെ പേരാണ് അല്ല സ്വീകരിക്കുക. എന്തേ കാരണോ? ബാപ്പാക്കാണ് ഇസ്ലാം പേര് വെക്കാനുള്ള അധികാരം കൊടുത്തത്. അതുകൊണ്ട് തന്നെയല്ലേ പള്ളിയിലെ ഉസ്താദിനെയോ തങ്ങന്മാരെയോ കൊണ്ടുപോയിട്ട് എന്റെ കുഞ്ഞിന് ഉസ്താദെ നിങ്ങൾ പേര് വെക്കണമെന്ന് പറയുമ്പോൾ ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതായി കുഞ്ഞിന്റെ പിതാവിന്റെ അനുമതിയോടുകൂടെ ഞാൻ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു. ബാപ്പാക്കാണ് പേര് വെക്കാൻ അധികാരമുള്ളത്. മാത്രവുമല്ല, ഈ ബാപ്പാക്കാണ് ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുള്ളത്. പെണ്ണിനല്ല, ഉമ്മാക്കല്ല, ഉമ്മാന്റെ സഹോദരങ്ങൾക്കല്ല, ഉമ്മാന്റെ ബാപ്പാക്കല്ല. ഉമ്മാന്റെ ബാപ്പാനെ കൊള്ള പോകുന്നില്ല, ബാപ്പയുടെ ബാപ്പയെ കൊള്ളയും പോകുന്നില്ല. നിക്കാഹിന്റെ അധികാരം പൂർണ്ണമായും ബാപ്പാക്കാണ്. ആരെ ബാപ്പാക്ക്? ഈ പെണ്ണിന്റെ ബാപ്പാക്കാണ്. പെണ്ണിന്റെ ബാപ്പയില്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പാക്കാണ്. ബാപ്പയുടെ ബാപ്പയില്ലെങ്കിൽ ബാപ്പയുടെ ജ്യേഷ്ഠനാണ്, ബാപ്പയുടെ അനുജനാണ്. ബാപ്പ കുടുംബത്തിലേക്കാണ് നിക്കാഹിന്റെ അധികാരം പോകുന്നത്. അതേ സമയത്തോ ബാപ്പ കുടുംബക്കാര് സഹകരിക്കുന്നില്ല, ബാപ്പ കുടുംബക്കാര് വരുന്നില്ല, അവരെ കാണാനില്ല. ഈ പെണ്ണിന്റെ നിക്കാഹിന്റെ ആവശ്യമായ സർവ്വ ചെലവുകളും വഹിക്കുന്നത് ഈ പെണ്ണിന്റെ ഉമ്മാന്റെ കുടുംബക്കാരാണ്, ഉമ്മാന്റെ സഹോദരങ്ങളാണ്. എന്നാലും മോനെ, നിക്കാഹിന്റെ അധികാരം ഉമ്മാന്റെ കുടുംബത്തിലേക്ക് പോകുന്നില്ല. നീ എന്ത് ചെലവും കൊടുത്തോ, നീ എന്തും വഹിച്ചോ, പക്ഷേ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഉമ്മ കുടുംബത്തിലേക്കില്ല. അത് ബാപ്പയുടെ കുടുംബത്തിനാണ്. എങ്ങനെയല്ലേ ശരീഅത്ത് പറയുന്നത്? എന്റെ കാരണം നിന്റെ സ്വർഗമാകുന്ന ആ സ്വർഗമാകുന്ന കൊട്ടാരത്തിലേക്ക് നിനക്ക് കടക്കാനുള്ള വാതില് നിന്റെ ബാപ്പയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രതാളുകൾ പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ബാപ്പമാരോട് കാണിച്ചിരിക്കേണ്ടുന്ന ബഹുമാനങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ബാപ്പയുടെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ബാപ്പയുടെ മുന്നിൽ തുണി മടക്കി കുത്തി നിൽക്കാൻ പാടില്ല, ബാപ്പയുടെ മുന്നിൽ അതവേട് കാണിക്കാൻ പാടില്ല. കാരണം നിന്റെ സ്വർഗത്തിന്റെ വാതിൽ ആ ഉപ്പയാണ്. ആ ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് സന്തോഷത്തോടെ വാങ്ങാതെ, ആ സ്വത്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാതെ മോനെ നീ മരിച്ചാൽ സ്വർഗം നേടാൻ കഴിയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
മക്കള് ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുകൊണ്ട് നാട്ടിലേക്ക് പണമയക്കുകയാണ്. അതേ 2 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ബാപ്പയോട് പറയുന്നു, ബാപ്പ ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ എത്ര പണം നിങ്ങൾക്ക് അയച്ചു തന്നു? ഇപ്പൊ ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്ത് വന്നിട്ട് ഒരു 10,000 ചോദിച്ചപ്പോ നിങ്ങൾക്ക് തരാനില്ല. ഞാൻ അയച്ച പണത്തിന്റെ കണക്കെവിടെ? ഞാൻ അയച്ച പണത്തിന്റെ കണക്കെവിടെ? ആ കണക്കേക്കൊന്നും അറിയേണ്ടതുണ്ട്. ഞാൻ പണമയച്ചു, നിങ്ങളാണ് വീട് കെട്ടിയത്. വീട് കെട്ടാനുള്ള മേൽനോട്ടം നിങ്ങളാണ് വഹിച്ചത്. പക്ഷേ ലക്ഷങ്ങൾക്ക് തരയില്ല. എനിക്ക് കണക്കൊന്ന് കാണേണ്ടതുണ്ട്. ബാപ്പയോട് കണക്ക് ചോദിക്കല്ല. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ.